Hi all, in this session we will discuss about mesh analysis of AC circuits. ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ കൂടാതെ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഒക്കെ വരുവാണെങ്കിൽ that becomes an AC circuit. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. നോർമലി കപ്പാസിറ്റർ ആകുമ്പം വോൾട്ടേജ് ലാഗ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് കപ്പാസിറ്റർ ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് -j(XC) ആണ്. സിൻസ് വോൾട്ടേജ് ലാഗ്സ്. സിമിലർലി ഇൻഡക്ടറിൻ്റെ കേസിൽ L=jXL ആണ്. സിൻസ് വോൾട്ടേജ് ലീഡ്സ് ഇൻ ഇൻഡക്ടർ. കേസ് ഓഫ് ഇൻഡക്ടർ. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുമ്പോഴത്തേക്ക് AC റെപ്രസെൻറ്റേഷൻ വരുമ്പോഴത്തേക്ക് രണ്ട് രീതി വരും. അതായത് ഇപ്പോൾ J ടേം വന്നതുകൊണ്ട് കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. കോംപ്ലക്സ് നമ്പർ റെപ്രസെൻറ്റേഷൻ. സിൻസ് ഈ ഇമാജിനറി ടേം J ടേം വന്നതുകൊണ്ട് അപ്പോൾ അത് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് rectangular form, second one polar form representation. Polar form representation. കോംപ്ലക്സ് ഫോം ആയതുകൊണ്ട് റെക്ടാങ്കുലർ ഫോമും ഉണ്ട്, പോളാർ ഫോം റെപ്രസെൻറ്റേഷൻ ഉണ്ട്. റെക്ടാങ്കുലർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ x+jy form where x is the real term and y is the imaginary term. Similarly, polar form magnitude angle phi where m is the magnitude and phi is the phase. So normally നമ്മൾ addition and subtraction operation ചെയ്യുകയാണെങ്കിൽ that should be in rectangular form. റെക്ടാങ്കിൾ ഫോമിലുള്ള ഒരു ക്വാണ്ടിറ്റീനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ പോളാർ ഫോം. ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇറ്റ് ഷുഡ് ബി ഇൻ പോളാർ ഫോം. ഇത്രയാണ് ഒരു ബേസിക് ഫണ്ടമെൻ്റലായിട്ട് വരുന്നത്. അഡിഷൻ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ റെക്ടാങ്കിൾ ഫോമിലായിരിക്കണം ക്വാണ്ടിറ്റി. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ പോളാർ ഫോം. ഇപ്പോൾ നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. യൂസിങ് മെഷ് അനാലിസിസ് ഫൈൻഡ് ദ ഡ്രോപ്പ് ഇൻ ദ കപ്പാസിറ്റർ ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ഇൻ ഫിഗർ. ഡ്രോപ്പ് മീൻസ് വോൾട്ടേജ് ഡ്രോപ്പാണ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ ഇതിനകത്ത് സർക്യൂട്ട്സ് നെറ്റ്വർക്ക് നോക്കുക, അതിൽ കപ്പാസിറ്റർ ഇവിടെ നോക്കുക. കപ്പാസിറ്റർ ഇതാണ്. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. വി നീഡ് ടു ഫൈൻഡ് ദ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ അതിൽ മെഷ് അനാലിസിസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും വന്നതുകൊണ്ട് ഇറ്റ് കംസ് അണ്ടർ AC അനാലിസിസ്. അപ്പോൾ ഫസ്റ്റ് എത്ര മെഷ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ n=2. മെഷ് കറൻസ് മാർക്ക് ചെയ്തിട്ടില്ല. സോ വി നീഡ് ടു മാർക്ക് ദ മെഷ് കറൻസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫസ്റ്റ് മെഷ് കറണ്ട് I1 ആൻഡ് സെക്കൻഡ് മെഷ് കറണ്ട് I2. I1 I2 മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസാണ് ഉള്ളത്, രണ്ട് മെഷാണ് ഉള്ളത്. സോ വി നീഡ് ടു റൈറ്റ് മെഷ് ഇക്വേഷൻസ് ഓഫ് 1 and 2. റൈറ്റിംഗ് KVL equation for first mesh. Writing KVL equation for first mesh. അപ്പോൾ അതിനകത്ത് സോഴ്സസ് നോക്കുക. ഒരു സോഴ്സേ ഉള്ളൂ, ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. അപ്പം 20∠30° ഈക്വൽ ടു 2 കൂടെ കറണ്ട് I1 2 × I1 പ്ലസ് 3 × രണ്ട് കറണ്ടുണ്ട് I1 I2 ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു മെഷ് 1 I1 മൈനസ് I2 പ്ലസ് J5 × I1 മൈനസ് I2. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 20∠30°.
ഇവിടെ എ സി വന്നതുകൊണ്ടാണ് വോൾട്ടേജ് സോഴ്സ് മാഗ്നിറ്റ്യൂഡ് ആംഗിൾ ഫോമിലായിരിക്കും വരുന്നത്. അത് ഓർത്തോണം. ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് കമ്പൈൻ ചെയ്യുക. അപ്പോൾ 5 പ്ലസ് J5 ഇൻറ്റു I1 പ്ലസ് -3 മൈനസ് J5 I2. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 1. ഇനി സെക്കൻഡ് മെഷ് ഇക്വേഷൻ. റൈറ്റിംഗ് KVL ഇക്വേഷൻ ഫോർ സെക്കൻഡ് മെഷ്. ഇതാണ് സെക്കൻഡ് മെഷ്. അതിൻ്റെ കമ്പോണൻസ് J5 ഇൻഡക്ടർ ഉണ്ട്, 3 ohm റെസിസ്റ്റർ, അനദർ 3 ohm റെസിസ്റ്റർ, -J8 കപ്പാസിറ്റർ, ഒരു വോൾട്ടേജ് സോഴ്സ് 10∠45. ഇപ്പോൾ ഒറ്റ വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ. അത് വോൾട്ടേജ് സോഴ്സിൻ്റെ എഴുതുക. വോൾട്ടേജ് സോഴ്സിൻ്റെത് ഇവിടെ പ്ലസ് മൈനസ് ആണ് കേട്ടോ. ഇവിടെ എന്തുണ്ട്? പ്ലസ് മൈനസ്, ഹിയർ ആൾസോ മൈനസ് പ്ലസ്. ഓക്കെ, ഫസ്റ്റിൻ്റെ കേസിൽ ലീവ് ചെയ്യുന്ന പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ 20∠30 എഴുതിയത്. ഇതിൻ്റെ കേസിൽ ലീവ് ചെയ്യുന്ന പോസിറ്റീവ് ആണ്. അപ്പം പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 10∠45 വരും. കറണ്ട് ലീവ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ 10∠45 ഈക്വൽ ടു ഇവിടെ നിന്ന് തുടങ്ങും 3 ഇൻറ്റു ഈ 3 ohm റെസിസ്റ്റർ കൂടെ കറണ്ട് I2 ഉള്ളൂ. സോ 3I2 മൈനസ് J8 I2. ഇനി നെക്സ്റ്റ് ഇത് പ്ലസ് J5 വിത്ത് റെസ്പെക്ട് മെഷ് 2 ആയതുകൊണ്ട് I2 മൈനസ് I1. ഇനി റിമൈനിങ് ഏത് ടേമേ ഉള്ളൂ? ഈ 3 ohm റെസിസ്റ്റർ പ്ലസ് 3 ഇൻറ്റു എഗെയിൻ I2 മൈനസ് I1 വിത്ത് റെസ്പെക്ട് മെഷ് 2 എഴുതുന്നുണ്ട്. സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 10∠45 ഈക്വൽ ടു നമ്മൾ കമ്പൈൻ ചെയ്യുക. I1 I2 ടേംസ് എല്ലാം കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് -3 മൈനസ് J5 ഹോൾ ഇൻറ്റു I1 പ്ലസ് 6 മൈനസ് J3 ഹോൾ ഇൻറ്റു I2. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ 2. അപ്പോൾ 2 ഇക്വേഷൻസ് ആയി, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് V ഈക്വൽ ടു RI ആയിരുന്നു നേരത്തെ നമ്മൾ നോർമൽ DC അനാലിസിസ് വരുമ്പോഴത്തേക്ക്. ഇവിടെ R-ന് പകരം എന്തായിരിക്കും വരുന്നത്? കറസ്പോണ്ട് ടു V ഈക്വൽ ടു ഇമ്പിഡൻസ് ആയിരിക്കും വരുന്നത്. ZI എന്നുള്ള മെട്രിക്സ് ഫോമാണ്. വേർ Z ഈസ് ദ ഇമ്പിഡൻസ് മെട്രിക്സ്. കപ്പാസിറ്റർ ഇൻഡക്ടർ വരുന്നതുകൊണ്ടാണ് റെസിസ്റ്റൻസ് ബിക്കംസ് ഇമ്പിഡൻസ് ആവും. ഇനി ഈ 2 ഇക്വേഷനിൽ V ഈക്വൽ ടു ZI മെട്രിക്സ് V ഈക്വൽ ടു ZI ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് 20∠30 10∠45 മെട്രിക്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യും. ഈ 2 ഇക്വേഷനെ കമ്പൈൻ ചെയ്യും. അപ്പം V എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 20∠30യും ഇവിടെ 10∠45. അതുപോലെ ഈ ഇക്വേഷനിൽ I1ൻ്റെ ടേം ഇതായിരിക്കും, I2ൻ്റെ ടേം ഇതായിരിക്കും. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ്റെ I1ൻ്റെ ടേം ഇതായിരിക്കും, I2ൻ്റെ ടേം ഇതായിരിക്കും. അത് ആ മെട്രിക്സ് ഫോമിൽ എഴുതുകയാണ്. അതായി കാണിക്കുന്നത്. ഈക്വൽ ടു 5 പ്ലസ് J5 മൈനസ് 3 മൈനസ് J5 മൈനസ് 3 മൈനസ് J5 6 മൈനസ് J3 whole into I1 I2. This correspond to V, this correspond to Z, this correspond to I. ഇനി നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കപ്പാസിറ്റർ എവിടെയാണെന്ന് നോക്കുക. കപ്പാസിറ്ററിൻ്റെ കണ്ട് ഇതാണ് കപ്പാസിറ്റർ. ഇപ്പം ഡ്രോപ്പ് അക്രോസ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് I2 മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സോ വി നീഡ് ടു ഫൈൻഡ് I2. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് I2 ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് വി ഹാവ് ടു find the drop in the capacitor. We need to find the drop in the capacitor.
V ഈക്വൽ ടു കറണ്ട് എന്തായിരിക്കും I2 ആയിരിക്കും. അതിലേക്ക് കൊടുക്കുന്ന കറണ്ട് I2 ഇൻറ്റു മൈനസ് J8. ഡ്രോപ്പ് അക്രോസ് ദ കപ്പാസിറ്റർ V ഈക്വൽ ടു IR എന്നാണ് വരുന്നത്. ഇവിടുത്തെ I എന്ന് വെച്ചാൽ I2 ആയിരിക്കും. I2 ഇൻറ്റു R എത്ര മൈനസ് J8. I2 ഇൻറ്റു മൈനസ് J8. ഇനി നെക്സ്റ്റ് നമ്മളുടെ എയിം I2 ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്യുക. അതിൽ ഡെൽറ്റ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡെൽറ്റ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 5 പ്ലസ് J5 മൈനസ് 3 മൈനസ് J5 മൈനസ് 3 മൈനസ് J5 6 മൈനസ് J3. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു this term into this term minus this term into this term. Delta equal to 5 plus J5 into 6 minus J3 minus 3 minus J5 into minus 3 minus J5 മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇപ്പോൾ രണ്ട് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ഫോമിലായിരിക്കണം? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അത് പോളാർ ഫോമിലായിരിക്കണം. പോളാർ ഫോമിലാണെങ്കിലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടും A പ്ലസ് JB അല്ലെങ്കിൽ. അപ്പം ഇതിൻ്റെ ഓരോന്നിനെയും എന്ത് ചെയ്യണം? പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ആ ഒരു കൺവേർഷൻ്റെ ഈ രണ്ട് ഫോമിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തത്. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ഗിവൺ എന്ത് ഫോമിലാണ്? റെക്ടാങ്കുലർ ഫോമിലാണ്. അപ്പോൾ ഇത് ഓരോന്നിനെയും പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്ററിലാണെങ്കിൽ പോളാർ ടു റെക്ടാങ്കുലർ ടു പോളാർ കൺവേർഷൻ കീസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ ഫോമിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ പോളാർ ഫോമിനെ റെക്ടാങ്കുലറിലേക്കും കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കാൽക്കുലേറ്റർ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെത് 5 പ്ലസ് J5ൻ്റെ പോളാർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7.07 ആംഗിൾ 45 ആയിരിക്കും. ഈ ഫസ്റ്റ് ഇതിൻ്റെ 5 പ്ലസ് J5ൻ്റെ പോളാർ ഫോം എന്ന് വെച്ചാൽ 7.07 ആംഗിൾ 45. അതായത് ഇതിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഫോമിൽ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓരോന്നിനെയും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ 6 മൈനസ് J3നെയും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ഇറ്റ് ബിക്കംസ് 6.708 ആംഗിൾ മൈനസ് 26.56. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് രണ്ടിൻ്റെയും കൂടെ പോളാറിലേക്ക് ആക്കി മൈനസ് ഇനി എന്ത് ചെയ്യണം? ഇതിന് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം -3 മൈനസ് J5ൻ്റെ പോളാർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.83 ആംഗിൾ മൈനസ് 120.96. ഇനി -3 മൈനസ് J5ൻ്റെ അത് ഇവിടെ സെയിം തന്നെ വരും. വിച്ച് ഈസ് 5.83 ആംഗിൾ മൈനസ് 120.96 എന്ന് വരും. ഇപ്പം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ്? M1 ആംഗിൾ 5.1 ഇൻറ്റു M2 ആംഗിൾ 5.2 ആണ്. അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. M1 ഇൻറ്റു M2 ആംഗിൾ ഫേസ് തമ്മിൽ ആഡ് ചെയ്യും 5.1 പ്ലസ് 5.2. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 7.07 ഇൻറ്റു 6.708 ഇത് പറയുന്നത് 47.42 ആംഗിൾ. ഇനി ഇത് രണ്ടും കൂടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൈനസ് ആയതുകൊണ്ട് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യണം. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ആസ് 18.44. M1ഉം M2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 5.1ഉം 5.2ഉം കൂടെ സബ്സ്ട്രാക്ട് ചെയ്തു മൈനസ് എഗെയിൻ M1 M2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 33.98 ആംഗിൾ 5 രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യും. രണ്ടും മൈനസ്, അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? -241.92 എന്ന് കിട്ടും. അപ്പോൾ ഇനി അടുത്ത എയിം എന്താ? ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യേണ്ടത്. സബ്സ്ട്രാക്ട് ചെയ്യാൻ നേരത്തെ പോളാർ ഫോമിലേക്ക്
പോളാർ ഫോമിന് രണ്ടെണ്ണത്തിൽ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഗെയിൻ വി നീഡ് ടു കൺവേർട്ട് ദിസ് പോളാർ ഫോം ടു റെക്ടാങ്കുലർ ഫോം ആൻഡ് ദിസ് പോളാർ ഫോം ടു റെക്ടാങ്കുലർ ഫോം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലും കാൽക്കുലേറ്റർ എടുക്കുക, തിരിച്ച് പോളാർ ടു റെക്ടാങ്കുലർ കൺവേർഷൻ ഉണ്ട്, അതിൽ വാല്യൂ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെക്ടാങ്കുലർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44.98 പ്ലസ് ജെ 14.99 എന്ന് കിട്ടും റെക്ടാങ്കുലർ ഫോമിൽ. എഗെയിൻ മൈനസ് ഇതിനെ എന്ത് ചെയ്യണം? റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. മൈനസ് 15.99 പ്ലസ് ജെ 29.98 എന്ന് കിട്ടും. ഓക്കെ, ഓരോന്നിനെയും റെക്ടാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എ പ്ലസ് ജെ ബി മൈനസ് എക്സ് പ്ലസ് ജെ വൈ റെക്ടാങ്കുലർ സബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് റിയൽ ടേം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, അതുപോലെ ഇമാജിനറി ടേം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇതിൻ്റെ റിയൽ ടേം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി ടേം തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സബ്സ്ട്രാക്ട് ആണോ ആഡാണോ ഏതാണോ വരുന്നത് അത് ചെയ്യുക. ഇവിടെ സബ്സ്ട്രാക്ട് എന്നുണ്ട്, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ 60.97 മൈനസ് ജെ 14.99 എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് ഇതിനെ വീണ്ടും പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് എം ആംഗിൾ 5 ഫോമിലേക്ക് എഴുതാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ റെക്ടാങ്കുലർ ഫോമാണ്. അപ്പോൾ നോർമലി നമ്മൾ പോളാർ ഫോം എ സിനെ നമ്മൾ പോളാർ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ വി ക്യാൻ കൺവേർട്ട് ദിസ് റെക്ടാങ്കുലർ ഫോം ടു പോളാർ ഫോം. ദറ്റ് ഈസ് 62.78 ആംഗിൾ മൈനസ് 13.81 എന്ന് കിട്ടും ഡെൽറ്റ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കൺവേർഷനാണ് മെയിനായിട്ട് വരുന്നത്. എ സി അനാലിസിൻ്റെ കേസിൽ പ്രൊസീജിയറൊക്കെ സെയിം ആണ് വരുന്നത്. ഇനി നമ്മളുടെ എയിം എന്താ? ഇപ്പം ഡെൽറ്റ കിട്ടി, I2 ആണ്, വോൾട്ടേജ് ഡ്രോപ്പാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. I2 ഇൻറ്റു മൈനസ് ജെ 8 ആണ്. അപ്പോൾ നമ്മൾ I2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. I2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് I2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. I2 ക്രാമേഴ്സ് റൂൾ വെച്ചിട്ടാണെങ്കിൽ I2 ഈക്വൽ ടു ഡെൽറ്റ 2 ബൈ ഡെൽറ്റ. ഡെൽറ്റ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഈ ഒരു കോളത്തിന് നമ്മൾ ഈ വോൾട്ടേജ് വെച്ച് റീപ്ലേസ് ചെയ്യും. ഈ ഒരു കോളത്തിന് ഈ വോൾട്ടേജ് വെച്ച് റീപ്ലേസ് ചെയ്യും. ഇതാണ് ഡെൽറ്റ 2 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് 5 പ്ലസ് ജെ 5 20 ആംഗിൾ 30 മൈനസ് 3 മൈനസ് ജെ 5 10 ആംഗിൾ 45 ഡിവൈഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെൽറ്റ വാല്യൂ. ഡെൽറ്റ വാല്യൂ 62.78 ആംഗിൾ 13.81 ഡിവൈഡഡ് ബൈ 62.78 ആംഗിൾ മൈനസ് 13.81 എന്ന് വരും. അപ്പോൾ ഇനി ഇതിനെയും ആ സിമിലർ പ്രൊസീജിയർ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അതിന് മൾട്ടിപ്ലൈ എന്തായാലും ഇപ്പം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അതിനെ നമുക്ക് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും, എങ്കിലല്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ ഓരോന്നിനെ അങ്ങ് പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ എളുപ്പമുണ്ട്. എന്ന് വെച്ചാൽ 7.07 ആംഗിൾ 45. അടുത്തത് ഓൾറെഡി പോളാർ ഫോമാണ് 20 ആംഗിൾ 30 ഡിഗ്രി. നെക്സ്റ്റ് ഇതിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 5.83 ആംഗിൾ മൈനസ് 120.96. ദിസ് ബിക്കംസ് 10 ആംഗിൾ, ഓൾറെഡി 10 ആംഗിൾ 45 എന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 62.78 ആംഗിൾ മൈനസ് 13.81. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ്. നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 70.7 ആംഗിൾ 90 മൈനസ് 116.6 ആംഗിൾ മൈനസ് 90.96 ഹോൾ ഡിവൈഡ് ബൈ നമ്മളുടെ ഡിനോമിനേറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 62.78 ആംഗിൾ മൈനസ് 13.81 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് പോളാർ ഫോമാണ്, ഇതും പോളാർ ഫോമാണ്. പോളാർ ഫോമിന് ഡയറക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വി നീഡ് ടു കൺവേർട്ട് ദിസ് പോളാർ ടു റെക്ടാങ്കുലർ ഫോം വിച്ച് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റെക്ടാങ്കുലർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ 70.7 മൈനസ് 90 ആയിട്ടാണ് ജെ വന്നിരിക്കുന്നത് കേട്ടോ. മൈനസ് 1.8
0.953 മൈനസ് ജെ 116.58 എന്ന് കിട്ടും. രണ്ടിനെയും റെക്റ്റാങ്കിളിൽ കൺവേർട്ട് ചെയ്ത് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ 62.78 ആംഗിൾ മൈനസ് 13.81 എന്ന് വരും. ഇനി ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തൂടെ? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 1.935 പ്ലസ് ജെ 187.28 ഡിവൈഡ് ബൈ 62.78 ആംഗിൾ മൈനസ് 13.81 വരും. അപ്പോൾ ഇനി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 187.29 ആംഗിൾ 89.40 ഹോൾ ഡിവൈഡ് ബൈ. അതായത് ഇതിൽ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡിവൈഡ് ചെയ്യണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും പോളാർ ഫോമിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ഫോമിനെ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിനോമിനേറ്റർ 78. മൈനസ് 13.81. ഇനി ഇതിപ്പോൾ M1 ആംഗിൾ 51 ഡിവൈഡ് ബൈ M2 ആംഗിൾ 52 ഫോം വന്നു. M1 ആംഗിൾ 51 ഡിവൈഡ് ബൈ M2 ആംഗിൾ 52 ഫോം വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു M1 ഡിവൈഡ് ബൈ M2 ഇൻറ്റു 51 മൈനസ് 52 വരുന്നത് ജനറലി. അതിവിടെ അപ്ലൈ ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു 22.98 ആംഗിൾ 103.19 ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ കറണ്ട് I2 കിട്ടി. നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് എക്രോസ് കപ്പാസിറ്റർ. ഡ്രോപ്പ് എക്രോസ് കപ്പാസിറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു മൈനസ് I2 ഇൻറ്റു മൈനസ് J8 ആണ്. അപ്പോൾ I2 ഇപ്പോൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് I2ൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് 2.98 ആംഗിൾ 103.19 എന്ന് കിട്ടി. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസ് ഈക്വൽ ടു 2.98 ആംഗിൾ 103.19 ഇൻറ്റു മൈനസ് J8. ഇത് പോളാർ ഫോമിലുമാണ്, ഇത് റെക്റ്റാങ്കുലർ ഫോമിലുമാണ്. ഇപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ മൈനസ് J8ൻ്റെ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു 2.98 ആംഗിൾ 103.19. ഇതിൻ്റെ പോളാർ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ആംഗിൾ മൈനസ് 90. മൈനസ് ജെയ്ക്ക് ആംഗിൾ 90 ആയിരിക്കും, മൈനസ് ജെയ്ക്ക് മൈനസ് 90 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്താൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ഈ 2.98ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 23.84 എന്ന് കിട്ടും. ആംഗിൾ ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 13.19 ഡിഗ്രി എന്ന് കിട്ടും. ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ ആണ്, യൂണിറ്റ് വോൾട്ട് ആയിരിക്കും. ഇതാണ് ഫൈനൽ ആൻസർ. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. നമ്മൾ DC അനാലിസിസ് പഠിപ്പിച്ച സെയിം മെത്തേഡാണ്. AC വരുമ്പോഴത്തേക്ക് കപ്പാസിറ്ററോ ഇൻഡക്ടറോ ഏതെങ്കിലും കമ്പോണൻ്റ് വരുന്നേ ഉള്ളൂ. അപ്പം കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ ആവും. അപ്പം പോളാർ ഫോമും ഉണ്ട്, റെക്റ്റാങ്കുലർ ഫോമും ഉണ്ട്. റെക്റ്റാങ്കുലർ ഫോം ആണെങ്കിൽ അഡിഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ചെയ്യണമെങ്കിൽ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാൽക്കുലേറ്ററിൽ പോളാർ ടു റെക്റ്റാങ്കുലർ, റെക്റ്റാങ്കുലർ ടു പോളാർ കൺവേർഷൻ കീസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് പോളാർ ടു റെക്റ്റാങ്കുലറും റെക്റ്റാങ്കുലർ ടു പോളാറും കൺവേർട്ട് ചെയ്യാം. ഇതിനകത്ത് ഗിവൺ ഫിഗർ തന്നിട്ടുണ്ട്. ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ എവിടെയാണെന്ന് നോക്കുക, അതിൻ്റെ അപ്പോൾ ഏത് കറണ്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്ത് നോക്കുക. ആ കറണ്ട് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് മെഷ് ഉണ്ട്. അപ്പോൾ n ഈക്വൽ ടു 2, n equal to 2. So we need to find two mesh equations. First mesh equation എഴുതി സിംപ്ലിഫൈ ചെയ്തു. സെക്കൻഡ് മെഷ് ഇക്വേഷൻ എഴുതി സിംപ്ലിഫൈ ചെയ്തു. V ഈക്വൽ ടു ZI ഫോമിലാവും. ഇവിടെ ഇംപെഡൻസ് ആയതുകൊണ്ട് Z ആയിരിക്കും മെട്രിക്സ് വരുന്നത്. മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് we need to find the drop across capacitor. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ V ഈക്വൽ ടു I2 ഇൻറ്റു മൈനസ് J8 ആണ്. I2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്രാമേഴ്സ് റൂൾ എടുക്കുക. ക്രാമേഴ്സ് റൂൾ എടുക്കുമ്പോഴത്തേക്ക് ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിൽ റെക്റ്റാങ്കുലറിനെ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്ത് എഗെയിൻ സബ്സ്ട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് പോളാറിനെ റെക്റ്റാങ്കുലർ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്ത് നമ്മൾ ഡെൽറ്റ ഫൈൻഡ് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് I2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡെൽറ്റ 2/ഡെൽറ്റ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സിൽ ഈ സെക്കൻഡ് കോളം റീപ്ലേസ്ഡ് ബൈ വോൾട്ടേജിൻ്റെ വാല്യൂ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിവൈഡ് ബൈ ഡെൽറ്റ ചെയ്തു. ഇവിടെയും ഈ ഒരു കാര്യം ഓർക്കുക, കൺവേർഷൻ്റെ കാര്യം ഓർക്കുക. ഡിവിഷൻ വരുവാണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിലും അത് പോളാർ ഫോമിലായിരിക്കണം. അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാനാണെങ്കിൽ റെക്റ്റാങ്കുലർ ഫോമിലായിരിക്കണം. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് I2 വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫൈനലി ഡ്രോപ്പ് അക്രോസ് കപ്പാസിറ്റർ ഈക്വൽ ടു I2 ഇൻറ്റു -j8 വരും. അതിനെയും കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് പോളാർ ഫോമിൽ ആണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ പോളാർ ഫോമാണ്. എം ആംഗിൾ 5 ഫോമിലേക്ക് എഴുതി അതിൻ്റെ യൂണിറ്റ് എഴുതണം. ഇതാണ് AC അനാലിസിസ് ഓഫ് മെഷ്. താങ്ക് യു.